ബി.ജെ.പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം ഇപ്പോൾ അനിലിന്റെ തിരുമലയിലെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അനിലിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മൊഴി കേസിൽ ഏറ്റവും നിർണായകമാണ്. വിവരങ്ങളുമായി ഇപ്പോൾ മാനസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, കേസിലെ ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് അന്വേഷണ സംഘം. ഭാര്യയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തുക എന്ന ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് പോകാൻ ഭാര്യയുടെ കുടുംബാംഗങ്ങളുടെ മൊഴി ഏറ്റവും നിർണായകമാണ് താനും. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പി കൗൺസിലർ തിരുമല അനിലിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം വീട്ടിലെത്തി ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്താൻ ആയാണ് അന്വേഷണ സംഘം വീട്ടിലെത്തിയിരിക്കുന്നത്. ഒപ്പം കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പൂജപ്പുര പോലീസായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത്. ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. 6 അംഗ സംഘമടങ്ങിയ ഈ അന്വേഷണ സംഘമാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്താനായി തിരുമല അനിലിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായും ആത്മഹത്യ ചെയ്ത ദിവസം, അതായത് മരണ ദിവസം അനിലിന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ബി.ജെ.പി നേതാക്കളൊക്കെയും തന്നെ വീട്ടിലേക്ക് വന്ന ആ ഒരു ഘട്ടത്തിൽ അനിലിന്റെ ഭാര്യ പറഞ്ഞിരുന്നു, എല്ലാവരും കൊലയ്ക്ക് കൊടുത്തില്ലേ എന്നത്. ആ ഒരു പരാമർശം ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അനിൽ പ്രസിഡന്റ് ആയിരുന്ന ഫാംടൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും വായ്പയെടുത്ത ആളുകളുടെ പേരൊക്കെയും തന്നെ ഈ ഭാര്യയുമായി പങ്കുവെച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെയും തന്നെ ഭാര്യയിൽ നിന്നും ലഭ്യമാകുമെന്ന സൂചനയിലാണ് ഇപ്പോൾ പോലീസ് ഈ നീക്കവുമായി എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം, അതായത് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ബി.ജെ.പി നേതാക്കൾ വായ്പ എടുത്തതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക സമ്മർദ്ദവും പിന്നീട് മാനസിക സമ്മർദ്ദവും ഉണ്ടായതിന് പിന്നാലെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നത് ആത്മഹത്യ കുറിപ്പിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്നും അനില് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ പേരൊന്നും ആത്മഹത്യക്കുറിപ്പിൽ ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു നീക്കമാണ് പ്രധാനമായും കാണേണ്ടത്. മൊഴി രേഖപ്പെടുത്തുന്നത്, അതായത് കുടുംബാംഗങ്ങളുടെയും ഭാര്യയുടെയും മൊഴി രേഖപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ള തുടർ നീക്കത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയും. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് മാനസ. അതായത് ഈ ഭാര്യയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തി അത് വിലയിരുത്തിയതിനു ശേഷമായിരിക്കുമോ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ഈ ബാങ്കിലെ ജീവനക്കാർ, ഒപ്പം തന്നെ ഈ പണം എടുത്ത കൗൺസിലർമാർ അടക്കമുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുക? അതുതന്നെയാണ് മനു. അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ ഭാര്യയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ ഇടയുള്ളൂ എന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷണം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സെക്രട്ടറി മുഖേന ഹാജരാക്കിയിട്ടുണ്ട്. ആ രേഖകളൊക്കെയും തന്നെ പരിശോധിച്ചു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്താനായി വീട്ടിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അനിലിന്റെ ഭാര്യ ആശയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തുന്നു. അത് വിലയിരുത്തിയതിനു ശേഷം കൂടുതൽ നടപടികളിലേക്ക്, അതായത് ചോദ്യം ചെയ്യലടക്കമുള്ള ഈ കൗൺസിലർമാർ, മറ്റു വായ്പയെടുത്തവർ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്ന കൂടുതൽ വലിയൊരു ഘട്ടമുണ്ടല്ലോ. ഈ മൊഴി വിലയിരുത്തിയതിനു ശേഷം അതിലേക്ക് പോകാനുള്ള സാധ്യതയാണോ കാണുന്നത് എന്ന വിഷയമാണ് പരിശോധിക്കുന്നത്. അത് തന്നെയാണ് മനു. ആദ്യഘട്ടത്തിൽ ഭാര്യ ആശയുടെ മൊഴി രേഖപ്പെടുത്തുക, കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുക, അതിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റു കാര്യങ്ങളൊക്കെയും തന്നെ പോലീസ് ഹാജരാക്കാൻ വേണ്ടി സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ സെക്രട്ടറി ഈ വിവരങ്ങളൊക്കെയും തന്നെ ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് അറിയാൻ സാധിച്ചത്. അതും പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്താനായി അനിലിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. ഈ മൊഴിയിൽ നിന്നും കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങും. ശേഷം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഈ വായ്പ എടുക്കുന്നത് ആരൊക്കെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നത് അനുസരിച്ച് വായ്പയെടുത്ത ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുക എന്നതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. നമ്മളിപ്പോൾ തിരുമല അനിലിന്റെ വീട്ടിലാണ് ഉള്ളത്. ഇപ്പോഴും പോലീസ് അന്വേഷണ സംഘം ഇവിടെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഒരുപക്ഷെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അന്വേഷണ സംഘം സ്റ്റുവർട്ട് കില്ലറുടെ നേതൃത്വത്തിലാണ്, അതായത് കന്റോൺമെന്റ് ACP സ്റ്റുവർട്ട് കില്ലറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ശേഷം മാധ്യമങ്ങളെ കാണും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ഈ
ഏത് നീക്കത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലേക്കായിരിക്കും അടുത്ത നീക്കം എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് ചോദിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും മൊഴിയെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. മനു. ശരി. വിവരങ്ങളാണ് മാനസ തിരുവനന്തപുരത്ത് നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തിരുമല അനിലിന്റെ ഭാര്യയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം ആ മൊഴികൾ വിലയിരുത്തി തുടർ നടപടികളിലേക്ക് ആരെയൊക്കെ ചോദ്യം ചെയ്യണം എന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.